നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോഷണം പോയെന്ന് പറയുന്ന പണം ഏട്ടന് തിരികെ കിട്ടിയല്ലോ, പിന്നെ എന്തിനാ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ചേട്ടന്റെ സ്വഭാവം നിനക്കറിയില്ലേ? താൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ഇതിപ്പോ അഞ്ജലിയോടുള്ള ഒറ്റ വാശിപ്പുറത്തായി ഈ കേസ് കൊടുക്കാൻ പോകുന്നത്. അതിന്റെ പേരിൽ ബലിയാടാകാൻ പോകുന്നത് പാവം നമ്മുടെ മോനും. എങ്ങനെയെങ്കിലും ഇത് കേസാവാതെ നോക്കണം ചന്ദ്രേട്ട. അതിനുവേണ്ടി ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യണം. എടി, ഞാൻ എന്ത് ചെയ്യാനാ? സത്യത്തിൽ നടന്ന എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. ആരായി കള്ളത്തരം കാണിച്ചതെന്ന് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റൂ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ജലജെ, അന്ന് ഏട്ടന് സംഭവിച്ചത് വെറും ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നില്ല. പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് ഏട്ടൻ കുടിച്ച കോഫിയിൽ വിഷമുണ്ടായിരുന്നു. വിഷം ചേർത്തെന്നോ? ആര്? അതറിയില്ല. മെഡിക്കൽ റിപ്പോർട്ടിൽ ചേട്ടൻ കുടിച്ച കോഫിയിൽ വിഷത്തിന്റെ അംശം ഉണ്ടായിരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനുണ്ടാക്കിയ കോഫിയിൽ എങ്ങനെ വിഷം വന്നു? പോലീസിൽ പരാതി കൊടുക്കാൻ അഞ്ജലി പറഞ്ഞതാ, പക്ഷെ വിക്കി സമ്മതിച്ചില്ല. അതെന്താ ഏട്ടാ? അതെന്താ അവൻ സമ്മതിക്കാതിരുന്നത്? അവന്റെ അച്ഛനല്ലേ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചത്? അതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം അവനിവിടെ ഇല്ലേ? അവൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി അത് പറഞ്ഞത്. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ചന്ദ്രേട്ട. ഞാനാണോ കോഫിയിൽ വിഷം ചേർത്തത്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കേസ് അന്വേഷണം വരുമ്പോ പോലീസ് ആദ്യം ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും കോഫി ഉണ്ടാക്കിയ നിന്നെ ആയിരിക്കും. അതുകൊണ്ടാ വിക്കി കേസിന് പോകണ്ടെന്ന് പറഞ്ഞു.